ഉദാഹരണമായിട്ട് ശംഭാല എന്നൊരു സ്ഥലമുണ്ട്. അതെ, അവിടെ മനുഷ്യർക്ക് പ്രായം കൂടത്തില്ല. അവിടെ ആയിരക്കണക്കിന് വർഷം പ്രായമുള്ള ആളുകളുണ്ട്. ഇതൊക്കെ സന്യാസിമാരുണ്ട്, ഒരുപാട് സന്യാസാശ്രമങ്ങളുണ്ട്. ഏറ്റവും താഴത്തെ ലെവലിൽ ഒരു കുറച്ചൊക്കെ നിബിഡമായ വനങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. കുറച്ചുകൂടെ മുകളിലെത്തിയ പിന്നെ കുറ്റിച്ചെടികളേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ദൂരം ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഏതെങ്കിലും മൃഗം വരികയാണെങ്കിൽ, കരടിയോ മറ്റോ വരികയാണെങ്കിൽ നമുക്ക് ദൂരെ തന്നെ കാണാം. അപ്പം മൊത്തത്തിൽ ഒരു സ്പേഷ്യൽ ഫീലിംഗ് ഉണ്ട് ഹിമാലയത്തിൽ പോയി. കൈലാസത്തിൽ ആരും കയറിയിട്ടില്ല, പക്ഷേ ഗോസ്റ്റിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹിമാലയത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഹിമാലയത്തിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് എന്ന് ഞാൻ പലപ്പോഴും. സ്പിരിച്വാലിറ്റിയിലും സമവാക്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ത്രിപുടി ഈ സൈക്കോളജി സ്പിരിച്വാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ന് നമ്മളോടൊപ്പം കേരളത്തിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് മാത്യു സാറാണുള്ളത്. സാർ നമസ്കാരം. സാറ് നമ്മൾ ഒരുപാട് സാറിൻ്റെ ഇൻ്റർവ്യൂകൾ എടുത്തിട്ടുണ്ട്, പല വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സാർ എങ്ങനെയാണ് ഈ പാരാസൈക്കോളജിയിലേക്ക് വന്നത് എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ സാറിൻ്റെ ഒരു ലൈഫ് ട്രാൻസ്ഫർ ചെയ്തൊരു കാര്യം, ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്ന ഒരു പ്രൊഫസറായിരുന്ന അങ്ങ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഗോസ്റ്റിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടൊരു മാറിയൊരു കഥ, അതൊന്നും പറയാമോ? നേരെ തിരിച്ചാണ്. എനിക്ക് തീരെ കുട്ടിക്കാലം തൊട്ട് താല്പര്യമുള്ള ഒരു വിഷയം മൊത്തത്തിലുള്ള സത്യം ആണ്, ഈ പ്രപഞ്ചത്തിൻ്റെ സത്യാവസ്ഥ. ഇങ്ങനെ ഒരു താല്പര്യം തീരെ കുട്ടിയായിരുന്നപ്പോഴേ എനിക്കുണ്ടായി. അതിൻ്റെ പ്രധാന കാരണം എൻ്റെ വലിയച്ഛൻ, അത് എൻ്റെ അമ്മയുടെ അച്ഛൻ ആയിരുന്നു എന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹത്തിനൊരു സുഹൃത്ത് വലയമുണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി ഇരുന്ന് ഇങ്ങനെ ഫിലോസഫിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മതം, പ്രപഞ്ചത്തിൻ്റെ സത്യാവസ്ഥ, ദൈവമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ തീരെ കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് ഗ്രാൻഡ് ഫാദറിൻ്റെ കസേരയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ചർച്ച കേട്ടാണ് എനിക്ക് ഇത് താല്പര്യമുണ്ടായത്. അപ്പം ഗ്രാൻഡ് ഫാദർ എപ്പോഴും പറയുന്നത് ഒരു കാലത്ത് സയൻസ് ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കും എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നി സയൻസിലൂടെ ഈ അൾട്ടിമേറ്റ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണം. അങ്ങനെയാണ് എനിക്ക് പാരാസൈക്കോളജിയിലൊക്കെ താല്പര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ സൈക്കോളജിയിലേക്ക് വന്നത്. സൈക്കോളജിയിലേക്ക് വന്ന് കഴിഞ്ഞാണ് പാരാസൈക്കോളജി എന്ന ഉപവിഭാഗത്തിൽ എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായത്. ഇപ്പോഴും എൻ്റെ പ്രധാന ഇൻട്രസ്റ്റ് കോൺഷ്യസ്നെസ്സിലാണ്. അതായത് മനുഷ്യൻ്റെ ബോധം അല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ ബോധം, പ്രപഞ്ചബോധം. അപ്പം അതായത് ഇപ്പോൾ ഫിസിക്സുകാർ തന്നെ പറയുന്നത് ഈ അൾട്ടിമേറ്റ് റിയാലിറ്റി, ഇത് പരമമായ സത്യം ബോധമാണ്. ബോധത്തിലാണ് എല്ലാം നിലകൊള്ളുന്നത്. നമ്മൾ കാണുന്ന ഈ സ്ഥൂല പ്രപഞ്ചം പോലും കോൺഷ്യസ്നെസ്സിലാണ് നിലകൊള്ളുന്നതെന്നാണ് ഇപ്പോൾ ഫിസിക്സ് തന്നെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പാരാസൈക്കോളജിയിലും താല്പര്യമുള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെ ബോധം തേടിപ്പോയിട്ടുള്ള ഒരുപാട് യാത്രകളുണ്ടാകാം. ആ യാത്രകളെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? ഈ യാത്ര എന്ന് പറയുമ്പോൾ മാനസികമായ സിംബോളിക്കായിട്ടുള്ള യാത്രയും അതിൽ വരും, പിന്നെ ഫിസിക്കലായിട്ടുള്ള യാത്രയും വരും. രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അന്ന് BSc അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിൽ സൈക്കോളജി എന്നൊരു വിഷയമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫിസിക്സാണ് എടുത്തത്. അതായത് ഈ ഫിസിക്കൽ റിയാലിറ്റിയുടെ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്താണ് എന്നറിയാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഫിസിക്സ് എടുത്തത്. അപ്പോൾ ഭാഗ്യം കൊണ്ട് അക്കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തിയററ്റിക്കൽ ഫിസിക്സിൽ വെളിയിൽ നിന്ന് PhD എടുത്ത ഒരു സാറുണ്ടായിരുന്നു, ഒരു നമ്പൂതിരി. അതുകൊണ്ട് തിയററ്റിക്കൽ ഫിസിക്സ് ഒരു ഓപ്ഷണൽ വിഷയമായിട്ടുണ്ടായിരുന്നു. തിയററ്റിക്കൽ ഫിസിക്സ്. അപ്പോൾ തിയററ്റിക്കൽ ഫിസിക്സാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറയുന്നത്, പഠിക്കുന്നത്.
അപ്പോൾ അത് മാത്തമാറ്റിക്സ് ഫുൾ സബ്സിഡിയറി എടുത്തവർക്ക് ഇത് എടുക്കാൻ അലവ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മാത്തമാറ്റിക്സ് ഫുൾ സബ്സിഡിയറി എടുത്തു. തിയറിറ്റിക്കൽ ഫിസിക്സ് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റുമായിട്ട് എടുത്തു. അത് എനിക്ക് വളരെ പ്രയോജനം ചെയ്തു. കാരണം ഈ തിയറിറ്റിക്കൽ ഫിസിക്സിലൂടെ വീണ്ടും അവർ അൾട്ടിമേറ്റ് ട്രൂത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. പക്ഷേ എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട് ശരിയായിട്ടുള്ള ഇതിൻ്റെ എൻക്വയറി സൈക്കോളജിക്കലായിരിക്കണം. നമ്മൾ ഫിസിക്കലായിട്ട് ഒരിക്കലും അൾട്ടിമേറ്റ് റിയാലിറ്റിയിൽ എത്താൻ പറ്റില്ല എന്നൊരു തോന്നൽ എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സൈക്കോളജി പ്രിഫർ ചെയ്തത്. പിന്നെ BSc ലെവലിൽ സൈക്കോളജി ഇല്ലാത്തതുകൊണ്ട് ഫിസിക്സ് എടുത്തു. അപ്പോൾ തിയറിറ്റിക്കൽ ഫിസിക്സ് മാത്തമാറ്റിക്കലാണ്. ഇപ്പം മാത്തമാറ്റിക്സ് അൾട്ടിമേറ്റായിട്ട് ഇക്വേഷനിലാണ് എല്ലാം കണ്ടെത്തുന്നത്, സമവാക്യം. ഇപ്പം E=mc². അതെ. അപ്പോൾ ഈ സമവാക്യം കൊണ്ട് നമ്മൾ ഒന്ന് വേറൊന്നിന് സമമാണെന്നേ പറയാനൊക്കെ. ഇത് ആബ്സല്യൂട്ടായിട്ടുള്ള റിയാലിറ്റി എന്താണെന്ന് ഒരിക്കലും മാത്തമാറ്റിക്സിന് പറയാൻ ഒക്കത്തില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഉള്ള മാത്തമാറ്റിക്സിന് പറയാൻ ഒക്കത്തില്ല. അവസാനം എല്ലാം സമമാണ് എന്ന് ഇക്വേഷൻസ് വഴി തെളിയിക്കാം എന്നേ ഉള്ളൂ. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയിലും സമവാക്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ത്രിപുടി എന്ന് പറഞ്ഞാൽ കാണുന്ന ആളും കാഴ്ചയും ആ കാണുന്ന പ്രക്രിയയും മൂന്നും ഒന്നാണെന്നുള്ളതാണ് ത്രിപുടി. അതായത് ത്രിപുടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്: കാഴ്ചക്കാരൻ, കാണുന്ന വസ്തു, കാണുന്ന പ്രക്രിയ. ഇത് 3 ഒന്നാണ് എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ ഒന്നായിട്ടുള്ള അനുഭവമാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ ഇവിടെയും സമവാക്യമാണ്, 3ഉം ഇക്വേറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇത് ഇക്വേറ്റ് ചെയ്യുന്നത് വെറും തിയറിയാണ്. അത് ആക്ച്വലൈസ് ചെയ്യുന്നതാണ് പരമമായ റിയാലിറ്റി. അത് വെറുതെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇത് അബ്സല്യൂട്ട് ട്രൂത്ത് നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ അത് അനുഭവമായിട്ട് മാറും. അപ്പോൾ അതിന് ഈ മെഡിറ്റേഷൻ തുടങ്ങിയ പരിപാടികൾ കൂടെ പറ്റുള്ളൂ. മാത്തമാറ്റിക്സിൽ മെഡിറ്റേഷൻ ഇല്ല. മാത്തമാറ്റിക്സ് എക്വേഷൻ കൊണ്ട് തീരുകയാണ്. അപ്പോൾ പരമമായ റിയാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. അത് സൈക്കോളജി കൊണ്ടേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ BSc കഴിഞ്ഞപ്പോൾ സൈക്കോളജിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഈ സൈക്കോളജി സ്പിരിച്വാലിറ്റിയും നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. സൈക്കോളജിയിൽ ഒരു വിഭാഗമാണ് പാരാസൈക്കോളജി. പാരാസൈക്കോളജിയാണ് ആദ്യം കോൺഷ്യസ്നെസ്സിനെ പറ്റിയുള്ള പഠനങ്ങൾ തുടങ്ങി വെച്ചത്. പിന്നെ കോൺഷ്യസ്നെസ് ഒരു ഇൻഡിപെൻഡൻ്റ് ഏരിയ ആയിട്ട് മാറി. ഇപ്പോൾ കോൺഷ്യസ്നെസ്സിന് സെപ്പറേറ്റ് അസോസിയേഷനും ജേർണലും ഒക്കെ ഉണ്ട്. ഇതുകൂടാതെ ട്രാൻസ്പേഴ്സണൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് വേറെ പേരിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന മനഃശാസ്ത്ര വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ആത്മീയത എന്ന് നമ്മൾ സാധാരണ പറയുന്നത് സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. ആത്മീയത എന്നുള്ള പേര് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ ഒരു സൈക്കോളജിയുടെ ഒരു ഉപവിഷയം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഹോളിഗ്രേറ്റീവ് സൈക്കോളജി എന്നാണ് പറയുന്നത്. ഹോളിഗ്രേറ്റീവ് സൈക്കോളജി. അതെ. ആത്മീയതയും സൈക്കോളജിയും തമ്മിൽ ആത്മീയത എന്നുള്ള പേര് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ സാധാരണ ഈ ആത്മസാക്ഷാത്കാരം, സ്പിരിച്വാലിറ്റി, ഈ യോഗ എന്നുള്ളതിന് പകരമായിട്ടാണ് ഹോളിഗ്രേഷൻ എന്നുള്ള ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് മതത്തിൻ്റെ പരിവേഷമില്ലാതെ പരമായ സത്യത്തിനെ പറ്റിയുള്ള അന്വേഷണം. അത് എംപിറിക്കലായിട്ടാണ്, അല്ലാതെ വെറുതെ തിയറി മാത്രമല്ല. അപ്പോൾ ആത്മീയത ആ പേരിലല്ലെങ്കിലും മനഃശാസ്ത്രത്തിൻ്റെ പഠന വിഷയം തന്നെയാണ്. സാറ് സൈക്കോളജിയിലേക്ക് വന്നു. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ താങ്കൾ യാത്രയെപ്പറ്റി ചോദിച്ചു. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടും
എൻ്റെ പേഴ്സണലായിട്ടുള്ള താല്പര്യം കൊണ്ടും ഞാൻ സർവീസ് ചെയ്യുന്ന കാലം മുഴുവൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. 2 വർഷം ഞാൻ ലീവ് എടുത്തിട്ട് ഹിമാലയത്തിൽ ടൂർ ചെയ്തിട്ടുണ്ട്. ഹിമാലയത്തിൽ? അതെ, അതൊരു പ്രത്യേകിച്ച് വേറിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ 2 വർഷം എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡാണ്. സാധാരണ ആളുകൾ ഹിമാലയത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ പിൽഗ്രിമേജ് റൂട്ടിൽ പോയി എവിടെയെങ്കിലും ഇരിക്കും, ഏതെങ്കിലും ഗുരുവിൻ്റെ ശിഷ്യനാവും. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, ഒരു വൈഡ് റേഞ്ച് ഹിമാലയത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഹിമാലയത്തിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് എന്ന് ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും രഹസ്യങ്ങൾ സാറിന് തോന്നിയിട്ടുണ്ടോ? ഈ ആളുകൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള രഹസ്യമല്ല, അങ്ങനെയുള്ളത് ഉണ്ടായിരിക്കാം, പക്ഷേ ഇതിന് സാധ്യത വളരെ കുറവാണ്. ഉദാഹരണമായിട്ട് ശംഭാല എന്നൊരു സ്ഥലമുണ്ട്. അതെ, അവിടെ മനുഷ്യർക്ക് പ്രായം കൂടത്തില്ല. അവിടെ ആയിരക്കണക്കിന് വർഷം പ്രായമുള്ള ആളുകളുണ്ട്. ഇതൊക്കെ വാസ്തവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ? ഈ ശംഭാലയെ പറ്റി ഞാൻ അന്വേഷിച്ചിട്ടില്ല. അത് അവിടെ ആരും അതിനെപ്പറ്റി പറയാറില്ല. അതൊക്കെ ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കൈലാസത്തിൽ ആരും കയറിയിട്ടില്ല. പക്ഷേ ടിബറ്റുകാർ പറയുന്നത് കയറിയിട്ടുണ്ടെന്നാണ്. ഏതോ ഒരു ബുദ്ധിസ്റ്റ് ലാമ കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ കൈലാസത്തിനെ പറ്റി ഒരുപാട് കഥകളുണ്ട്, പക്ഷെ അതൊന്നും വാസ്തവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൈലാസം പൊതുവെ അത് ഞാൻ കണ്ടിട്ടുണ്ട് ദൂരെ നിന്ന്. ഈ കൈലാസമാണ് ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഒക്കെ. അങ്ങനെ ഭൂമിയുടെ ഒരു ജോഗ്രഫിക്കൽ അച്ചുതണ്ടുണ്ട്, അത് കൈലാസത്തിൽ കൂടെ ഒന്നല്ല പോകുന്നു. ഈ കൈലാസത്തിനെ പറ്റും ഇതുപോലെ ഒരുപാട് ആളുകൾ എക്സാജറേറ്റഡ് ആയിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൈലാസം കയറാൻ പ്രയാസമുള്ള ഒരു പീക്കാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ അതിനേക്കാളും എത്രയോ ഹൈറ്റ് കൂടിയതാണ് എവറസ്റ്റൊക്കെ. എവറസ്റ്റും വേറെ ഒരുപാട് പീക്സ് ഉണ്ട് കൈലാസത്തിനേക്കാളും ഹൈറ്റ് കൂടിയ. അപ്പോൾ എവറസ്റ്റ് വരെ ആളുകൾ കയറി കഴിഞ്ഞു. ഈ ഹിമാലയത്തിലെ രഹസ്യ സന്യാസി കൂട്ടത്തെ പറ്റി ഒരുപാട് പേര് പലതും പറയാറുണ്ട്. ഇപ്പോൾ ചില രഹസ്യങ്ങൾ, അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്രേഷൻ, ചിലപ്പോൾ ചില സന്യാസിമാരുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല, നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അവരെ തേടി കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളുണ്ടോ അവിടെ? അവിടെ ഒരുപാട് സന്യാസാശ്രമങ്ങളുണ്ട്. സാധാരണ ആളുകളിൽ നിന്നൊക്കെ വിട്ട് ജീവിക്കുന്ന സന്യാസി കൂട്ടങ്ങളുണ്ട്. ഒരുപാട് ടൈപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. അല്ല, അവിടെ അതിരഹസ്യമായിട്ടുള്ളൊരു കൂട്ടം മനുഷ്യർ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സന്യാസി താമസിക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. അതായത് നമ്മൾ പുറത്തേക്ക് കാണുന്ന, അതായത് പുറമേ കാണുന്നൊരു കാര്യമല്ല യഥാർത്ഥ ഹിമാലയം. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങളായിട്ട് രഹസ്യ കൂട്ടമായിട്ട് ചില ആളുകൾ താമസിക്കാറുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ഈ പറയുന്നത് പോലെ, ആളുകൾ പറയുന്നത് പോലെ ഉള്ള അത്ഭുതമൊന്നും അതിലില്ല. ഇങ്ങനെ ഈ സാധാരണ ഈ ആളുകൾ, അതായത് ഇവിടെ നിന്നൊക്കെ പോകുന്നവർ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന സന്യാസി കൂട്ടങ്ങളുണ്ട്. ഒരു ഉദാഹരണം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എനിക്ക് ഹിമാലയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ട്രെക്സാണ്. അതായത് ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് ചിലപ്പോൾ 10-20 കിലോമീറ്ററൊക്കെ കാണും. അപ്പോൾ ഈ ഹിമാലയത്തിൻ്റെ ഒരു പ്രത്യേകത, അത് 3 ലെവല് നമുക്ക് സങ്കല്പിക്കാം. ഏറ്റവും താഴത്തെ ലെവലിൽ ഒരു കുറച്ചൊക്കെ നിബിഡമായ വനങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും നമുക്ക് കുറേ ദൂരം കാണാം. നമ്മുടെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് പോലെ അത്ര തിക്കല്ല. കുറച്ചുകൂടെ മുകളിലെത്തിയ പിന്നെ കുറ്റിച്ചെടികളേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ദൂരം ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഏതെങ്കിലും മൃഗം വരികയാണെങ്കിൽ, കരടിയോ മറ്റോ വരികയാണെങ്കിൽ നമുക്ക് ദൂരെ തന്നെ കാണാം. പിന്നെ അതിൻ്റെ മുകളിൽ പോയാൽ പിന്നെ മഞ്ഞുമലകളാണ്. പിന്നെ ഈ 2ാമത്തെ ലെവല് തൊട്ട് നമ്മൾ എവിടെ പോയാലും ഈ പീക്സ് കാണാം, മഞ്ഞ് മലകൾ. അപ്പോൾ മൊത്തത്തിൽ ഒരു സ്പേഷ്യൽ ഫീലിംഗ് ഉണ്ട് ഹിമാലയത്തിൽ പോയാൽ.